ഹലോ കൂട്ടുകാരെ, നമുക്കൊന്നൊരു ചക്കത്തോരനായാലോ? വൃത്തിയാക്കിയ ചക്കക്കുരു പകുതി വേവായതിനു ശേഷം ചക്ക നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചക്ക ഞാൻ ഫ്രീസറിൽ വെച്ചുള്ള ചക്കയാണ്. തലേദിവസം അത് ശരിയാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ തലേദിവസം ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് വേറൊരു മാറ്റം ഉണ്ടായി. ഞാൻ അത് പിന്നീട് പറഞ്ഞുതരാം. ഇതിപ്പോൾ വെളുത്തുള്ളി, ചുവന്നുള്ളി നന്നായി മൂപ്പിക്കുക. അതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കുക. നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കുത്തുമുളകാണ് ഉപയോഗിക്കുന്നത്. ഒരു 4 സ്പൂണോളം, ചെറിയ സ്പൂണ് 4 സ്പൂണോളം കുത്തുമുളക് ഇട്ട് കൊടുക്കുക. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് നമുക്ക് അതിന് അതായത് നല്ല ചെറിയ ചുളയായാലും കനലില്ലാത്ത ചുളയായാലും അതിന് നല്ലൊരു മുറുക്ക് കിട്ടി. നമ്മളിത് വേവിച്ചതിന് ശേഷം ചക്ക നല്ലോണം മുറുക്കായി കിട്ടി. കാരണം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇതിന് നല്ലൊരു അനുഭവമാണ്. ആ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ തലേദിവസം ഫ്രീസറിൽ വെച്ചിട്ട് ചക്ക എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് കേടായ പോലെ തോന്നും. പക്ഷെ അത് കേടായതല്ല. വെന്ത് വരുമ്പോൾ നല്ല നമ്മൾ പല രീതിയിൽ പറയാതിനെ നല്ല നൂറുള്ള ചക്ക തോരൻ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു ഫോർ ദ വാച്ചിങ്.